ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗഗൻ FF YT. അപ്പോൾ നമ്മൾ ഉത്സവമൊക്കെ അല്ലേ, അപ്പോൾ നമ്മളൊരു ഫ്ലോട്ടും കൂടി ഉണ്ട്, കർണൻ ഫ്ലോട്ട്. അപ്പോൾ ആ ഫ്ലോട്ടിൻ്റെ ഒരു കാളയാണ്. ആ കാളയോടൊപ്പം കുറച്ച് ഒക്കെ വരും. അപ്പോൾ ഫ്ലോട്ടിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലോട്ട് അതിൻ്റെ വീട് ചെല്ലുകയാണ്. ഇന്ന് ഇവിടെ കുറച്ച് ദൂരം പോകണമെന്ന് തോന്നുന്നത്. കുറച്ച് ദൂരം പോകണം. നമ്മളിപ്പോൾ ഈ റോഡ് പരിശീലിച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ വണ്ടിയിലാണ്. അപ്പോൾ ഈ സിറ്റിലടുത്താണെന്നാണ് പറഞ്ഞത്. എവിടെ സ്ഥലം കറക്റ്റ് അറിയില്ല. എടുത്തി പോയിട്ട് ഇവിടെ എവിടെയാണ് അമ്പലം എന്ന് തോന്നണത്. നേരെ പോയി നോക്കാം. ട്രെയിനൊക്കെ പോണ കാണാം. അതാ ഇവിടെ നിർത്തിടാനാണ് പറഞ്ഞത്. ഇവിടെ നിർത്തിടാനാണ് പറഞ്ഞത്. വിളിച്ചു നോക്കിയോട്ടെ, ഇവിടെയാണോ? ഇവിടെ അല്ലാത്രേ. ഇവിടുന്ന് കുറച്ചും കൂടി പോവാണ്ട് അത്ര. അപ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ട്. ആ അമ്പലത്തിനടുത്തെത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ദേവിയുടെ അമ്പലമാണ്. ഒരു കാളുണ്ട്, സ്റ്റേജ് ഉണ്ട്, പിന്നെ കുറേ ചെണ്ടമേളക്കാരുണ്ട്, ഒരു ആനുണ്ട്. ഇതാണ് കമ്മിറ്റി ഓഫീസ്. 2 കാളുണ്ട്, 2 അല്ലല്ലോ 3 കാളുണ്ട്. നമ്മളെ കാളുണ്ട്. നമ്മളാണ് ഇവിടെ DJ പാർട്ടിയൊക്കെ ഒരുക്കണത്. ഇവിടെ നല്ല ഇടിയും മഴയാണ്. ഉണ്ടോ? ഇവിടെ നല്ല ഇടിയും മഴയാണ്. നല്ല ഇടിയെന്ന് വെച്ചാൽ നല്ല ഇടിയും മഴയാണ്. പിന്നെ ഈ സൈഡിലായിട്ട് ഇടിവണ്ടി കിടക്കുന്നുണ്ട്. ഈ സൈഡിലുണ്ടോ ഇടിവണ്ടി കിടക്കണുണ്ടോ? ഇതാണ് നമ്മുടെ ഇടിവണ്ടി അല്ലല്ലോ, മഴ പോയിട്ടുണ്ട്. ഇടിവണ്ടി വന്നിട്ടില്ല. ഇവിടെ വരുന്നു പറഞ്ഞിരുന്നു. ഇവിടെയാണ് വരിക. ഇതവിടെ എഴുതിയിട്ടുണ്ട്, കുംഭഭരണി മഹോത്സവം. ഇവിടെ ലൈറ്റൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. രാത്രിയാണ് കുറേ ഉത്സവങ്ങൾ ഉണ്ടാവുക. നമ്മൾ നേരത്തെ വന്നതുകൊണ്ടാണ് രാത്രി 8 കാണാം. നമ്മൾ മറ്റേ ഫ്ലോട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ നമ്മൾ പോവാൻ നിൽക്കുകയാണ്. നമുക്ക് ഈ കാളേനെ അവിടെ കൊണ്ട് ഇറക്കണം. കാളേനെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തതാണ്. ഇവിടെ നിന്ന് എടുത്തതാണ്. നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. നമ്മൾ ട്രക്ക് മാത്രമേ ഉള്ളൂ അടുത്ത്. നമ്മളിത് റെഡിയിലെടുക്കുകയാണ് ചെയ്തത്. ഈ കാളേനെ ഇവിടെ അടുത്ത് എവിടെ കൊടുക്കണം. ഈ കാള നല്ലൊരു ഇതാണ്. നമുക്കൊരു കാളേനൊക്കെ മേടിക്കണം, സെറ്റാക്കണം. ഇവിടെയായിരുന്നു കാളേനെ കെട്ടുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് കാളിനെ കൊടുക്കണം. ഇവിടെയാണ് കൂട്ടിച്ചിട്ടാണ് ഇവിടെ കാളേനെ കൊടുക്കാം. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞാൻ അപ്പോൾ ഗൈസ് നമ്മൾ മറ്റേതിനൊക്കെ ഇറക്കി.
കാളേനെ ഇറക്കിയിട്ടുണ്ട്. സോറി, കാളേനെ ഇറക്കി. ഇപ്പോൾ ലൈറ്റും വെട്ടൊക്കെ നമ്മടെയാണ്. അത് നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ അല്ലാതെ ചെയ്യണം. നമ്മളൊരു ഇടിവണ്ടി, അതായത് ഇടിവണ്ടിയല്ല, ഈ ലൈറ്റൊക്കെ ഇട്ടിട്ടില്ല, പുതിയ സെറ്റപ്പില്ലേ, പുതിയത്, അത് ഇറക്കണം വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഹനുമാൻ്റെ ഫ്ലോട്ട് ഇറക്കണം വിചാരിക്കുന്നുണ്ട്. നമ്മൾ വൈകാതെ ഇറക്കുന്നുണ്ടാവും. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡിലേ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അധികം എല്ലാവരും ഇപ്പോൾ ഫ്ലോട്ടിൻ്റെ പിറകെയാണ് പോകുന്നത്. ഈ കാറുടെ പിന്നാലെ ഒന്നും ആരും വരുന്നൊന്നും കാണാൻ. ഇടിവണ്ടി വന്നു, പക്ഷേക്ക് മറ്റേ ഞാൻ പറഞ്ഞില്ലേ വലിയത് വന്നു. അത് അത്രയ്ക്ക് വലുതൊന്നുമില്ല. ഒരു ജീപ്പിൽ ജീറ്റല്ലേ ആ സാധനത്തിൽ വന്നൊക്കെയായിരുന്നു. മഹീന്ദ്രയുടെ മിനി പിക്കപ്പിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഗൈസ്